മൾട്ടി കളർ ത്രെഡ് എംബ്രോയിഡറി എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര ക്രേസ് ആട്ടോ. സൽവാസിലും സാരീസിലും ഒക്കെ വരുമ്പോൾ നമുക്ക് റണ്ണിങ് മെറ്റീരിയലായിട്ട് കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇത് വന്നിരിക്കുന്നത് എനിക്ക് ഇതിൻ്റെ കോമ്പിനേഷൻസാണ് നല്ല ഇഷ്ടമായത്. ലെമൺ യെല്ലോ കളറിലാണ്, ലെമൺ യെല്ലോ ഷെയ്ഡ്സിൽ ആ പീച്ചിൻ്റെയും ഗ്രീനിൻ്റെയും ടോൺസിൽ മിറേഴ്സ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിപ്പോൾ ഒരു വൺ സൈഡ് ബോർഡർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാര്യം ഗോൾഡൻ സീക്വൻസസ് കൊണ്ടാണ് ചില ഡിസൈൻസ് ഇതിൽ ചെയ്തിരിക്കുന്നതെങ്കിലും നമുക്കത് ഒട്ടും ലൗഡായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ്. പൗഡർ ബ്ലൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ചെറിയ ഡാർക്കർ വേർഷൻ. അതാണെങ്കിൽ കൂടി ആ മിറേഴ്സ് സ്കാറ്റർ ചെയ്തിരിക്കുന്ന ആ കളർ കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. റേറ്റ് വരുന്നത് 675 ആണ് പെർ മീറ്റർ. വൺ സൈഡ് ബോർഡർ ആട്ടോ കൂടുതലും വരുന്നത്. ഇതിൻ്റെ വൺ സൈഡിലാണ് ബോർഡർ കൂടുതൽ. പക്ഷെ എന്നാലും സാരിയൊക്കെ കൊടുക്കാനായിട്ടാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മൾ എന്താ പറയുക, 5.5 മീറ്റർ സാരി എടുത്തിട്ട് ഒരു 2.5 മീറ്റർ വരെ ബോർഡർ ഈ സൈഡിലും ആ 2.5 മീറ്റർ ചെയ്ത് ബോർഡർ അപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയാൽ നമ്മളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് സാരി ആയിട്ട് ചെയ്യാൻ പറ്റും. സ്കേർട്ട്സ് പ്ലീറ്റഡ് സ്കേർട്ടായിട്ടാണ് ഇടണേ. ഈ ബോർഡേഴ്സ് താഴെ വരുന്ന രീതിയിൽ കൊടുത്തിട്ട് സെയിം തന്നെ ടോപ്പ് കൊടുത്ത് ചെറിയൊരു ബോർഡർ താഴെ വരുന്ന രീതിയിൽ തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഒന്നും വേണ്ട, സിമ്പിളായിട്ടൊരു സൽവാർ മതി എന്ന് പറഞ്ഞാൽ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട് താഴെ ഈ ബോർഡേഴ്സ് വന്നാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ പറഞ്ഞ് ഇപ്പം നിങ്ങൾ കാണുന്നവർക്ക് ഏതാണ്ട് ഒന്ന് ഇമാജിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ ഷെയർ ചെയ്യുക.